അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീയില് NPC റൈഡും കാര്യത്തിന് ഫ്രാങ്കിന്റെ ഹൗസിന്റെ ഉള്ളിലും കാര്യത്തിനുണ്ട്. അപ്പൊ ഇതങ്ങനെ സംഭവിച്ചിട്ട് പറഞ്ഞു തരാം. ഗൈസ് അപ്പൊ പണിയും കാര്യത്തിന് കഴിഞ്ഞ വീട്ടിൽ കാര്യത്തിന് പോലെ ഗൈസ് നമുക്ക് മൊബൈലിൽ കോളും കാര്യത്തിന് ഫോണും കാര്യത്തിന് എടുത്തോക്കുക. ഇതാരാണ് ഫ്രാങ്ക് എന്തായാലും പേരൊന്നും പറഞ്ഞില്ല. എന്തായാലും പറഞ്ഞു തരുന്നത് അതേപോലെ ചെയ്താൽ എനിക്കൊരു നല്ല നല്ല സുഖം കാര്യത്തിന് കിട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാല് ഒരു കണ്ടെയ്നറിങ് കാര്യത്തിന് ആ കണ്ടെയ്നറിനുള്ളിൽ പോയി നോക്കിയാൽ എനിക്ക് എന്തായാലും സന്തോഷം ഉണ്ടാവാതെ കൂലി. അപ്പൊ എന്തായാലും കണ്ടെയ്നർ ഞാൻ ഫോട്ടോ കാര്യത്തിന് വിട്ടുതരാം. ആ ഫോട്ടോത്തിൽ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും എന്താ സംഭവം കാര്യത്തിന് എന്താണ്. ആ ഫോട്ടോ കാര്യത്തിന് വിട്ടു തരാന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവം ഒന്നും അറിയില്ല, ഫോണൊന്നും കട്ടാക്കിയിട്ടില്ല. അപ്പൊ എന്തായാലും കട്ടാക്കി നമ്മൾ. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഫോട്ടോ കാര്യത്തിന് വിട്ടു തരുമ്പോൾ നമുക്ക് നോക്കാം. വിട്ടു തരും തന്നിലേക്ക് കഴിച്ചപ്പോ എന്തായാലും മെസ്സേജ് വരുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും കണ്ടെയ്നറിനുള്ളിൽ നിന്ന് സംഭവം കാര്യത്തിനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് യാതൊരില്ല. അങ്ങനെ ഫോണിക്ക് മെസ്സേജും കാര്യത്തിന് വന്നു. ഫോണും കാര്യത്തെടുത്തൊക്കെ കഴിച്ചപ്പോൾ ഇത് കണ്ടത് കഴിച്ച് നമുക്ക് അറിഞ്ഞ കണ്ടെയ്നറിങ് കാര്യത്തിന് കഴിച്ച് ഇവിടെ പുതിയൊരു കണ്ടെയ്നറിങ് കാര്യത്തിനുണ്ട് നമ്മൾ. പക്ഷെ നമുക്ക് നോക്കിയിട്ട് മനസ്സിലായി. എന്തായാലും നമുക്ക് അവിടെ വരെ പോയി നോക്കാം. ഞാൻ പോയി നോക്കിയിട്ട് അവിടെ ഉണ്ടാകുന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ അറിഞ്ഞ സ്ഥലം കാര്യത്തിന് അപ്പൊ നമുക്ക് നേരെ JCB നമ്മളെ കാറും കയറ്റി. അപ്പൊ നമുക്ക് JCB എടുത്ത് പോകാന്ന് വിചാരിച്ചു. കണ്ടെയ്നറൊക്കെ അല്ലേ ഉള്ളത്. അപ്പൊ എന്തെങ്കിലും ഉള്ളിൽ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് JCB ആയിട്ട് എടുക്കാൻ പറ്റണമെങ്കിൽ അപ്പൊ നമുക്ക് JCB കാര്യത്തിൽ എടുത്ത് പോകാന്ന് വിചാരിച്ചു. അപ്പൊ JCB ഉള്ളിൽ കാര്യത്തിന് കയറി നമ്മൾ JCB ആയിട്ട് കാര്യത്തിന് പോയി നോക്കാം. അപ്പൊ അവിടെ പുതിയൊരു കണ്ടെയ്നറിങ് കാര്യത്തിന് വന്നിട്ട് ഊരി കൂടെ പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പുതിയ കണ്ടെയ്നറിങ് കാര്യത്തിന് അവിടെ വന്നതിന് ശേഷം നമ്മൾ ആ കയറുന്ന അവിടുത്തെ പുതിയൊരു നീല കണ്ടെയ്നറിങ് കത്തി ആ കണ്ടെയ്നറിനെ തോന്നുന്നതിന് ശേഷം നമുക്ക് JCB ഏതെങ്കിലും എടുത്തല്ലേ. അപ്പൊ നമുക്ക് JCB ആയിട്ട് മറിച്ചിടാം. അപ്പൊ താഴത്തും കാര്യത്തിന് ഉപകാരം. അപ്പൊ മറിച്ചിടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും ഇതിന് മോൾക്കും കാര്യത്തിന് കയറി ടാസ്ക് കാര്യത്തിലാണ്. അപ്പൊ രണ്ടും കൽപ്പിച്ച് നമുക്ക് ഒരു ഉന്തിയപ്പോ താഴത്തും കാര്യത്തിന് വീണിന് സെറ്റപ്പായി വീണ്. അപ്പൊ എന്തെങ്കിലും നമുക്ക് നേരെ അവിടെ തുറന്ന് കാര്യത്തിന് ചെയ്തു. അപ്പൊ നമുക്ക് നേരെ ബാക്ക് എടുത്താൽ നമുക്ക് ഇറങ്ങിയാണ്ട് പോയി നോക്കാം. അതിൽ എന്താന്ന് യാതൊരു അപ്പൊ അവരോട് പറഞ്ഞിട്ടില്ല. നല്ല എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനം കാര്യത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും നമുക്ക് നേരെ പോയി നോക്കാം. കാര്യത്തിന് തുറന്ന് കേൾക്കണം. അപ്പൊ എന്തെങ്കിലും പോയി നോക്കാം. എന്തായാലും ഉള്ളിൽ പലറ്റൊക്കെ ശേഷം നമുക്ക് കണ്ടു കഴിച്ചു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കുറെ പൈസ കാര്യത്തിലാണ് കഴിച്ച് നല്ല വിലയുള്ള പൈസ കാര്യത്തിന് കഴിച്ച് ഒരു ഈ കണ്ടെയ്നർ എത്ര വലുപ്പത്തിൽ കുറച്ച് പൈസ ഒന്നും വരെ തോന്നുന്നില്ല. എന്നാലും ഇത് ഫുള്ള് പൈസ കയറ്റി. അപ്പൊ നമുക്ക് ധാരം ഫോം വിളിച്ച് പറഞ്ഞ യാതൊരില്ല. പക്ഷെ അപ്പൊ ഓൽക്ക് ഇത് എടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളെ ഏൽപ്പിച്ച് എന്തിനാന്ന് യാതൊരില്ല. ഇത് ഫുള്ള് അതൊക്കെ പൈസ കെട്ട് പൈസ കാര്യത്തിന്. പക്ഷെ അപ്പൊ ഞാൻ എന്തായാലും കണ്ടെയ്നർ കാര്യത്തിന് അടിച്ചിട്ട് ആരും അറിയേണ്ട വെച്ചേ. അപ്പൊ നമുക്കത് എന്തായാലും മാറ്റി പറ്റും. അപ്പൊ നമ്മളെ പണിസ്ഥലത്ത് ഒരു ട്രക്കും കാര്യത്തിന്. അപ്പൊ നമ്മൾ നടന്നു പോയ ട്രക്കും കാര്യത്തെടുത്ത് പോയി അവിടെ ഉണ്ടാകുന്ന പറയാൻ പറ്റില്ല. പക്ഷേ പണിസ്ഥലത്ത് കാര്യത്തിൽ എത്തിയപ്പോ ട്രക്കും കാര്യത്തിന്. അപ്പൊ നമ്മൾ ഈ ട്രക്കും കാര്യത്തിന് കയറിയ കണ്ടെയ്നർ ആ ട്രക്കിലും കാര്യത്തിന് ആക്കിയാണ് നമുക്ക് നേരെ മാറ്റി വെക്കണം. അപ്പൊ ആരെയും അറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വിളിച്ച ആളും ചിലപ്പോൾ അറിയാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും അതും അറിയാതെ നമുക്ക് മാറ്റി വെക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ കണ്ടെയ്നർ അടുത്തൊക്കെ കാര്യത്തിന് പോലെ കഴിച്ച് നമ്മൾ സൈഡിൽ കാര്യത്തിന് വണ്ടി ഉണ്ട്. അപ്പൊ അത് സൈഡിൽ അടിച്ചോട്ട് പോകാം. അപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ കൂടെ നേരെ കയറ്റ കഴിച്ചപ്പോ ഇതാണ് കണ്ടെയ്നറിന്റെ കാര്യത്തിന്. ഈ ട്രക്കിന്റെ ബാക്കിൽ കാര്യത്തിന് കണ്ടെയ്നർ കയറ്റാൻ പറ്റുമെന്ന് യാതൊരില്ല. അപ്പൊ കയറ്റാൻ പറ്റും നമുക്ക് കയറ്റില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും കയറ്റിയേ പറ്റുള്ളൂ. ഇവിടെ വെക്കുന്ന സേഫും കാര്യമില്ല. അപ്പൊ ഇവിടെ നമുക്ക് നേരെ പോയാൽ തന്നെ മനസ്സിലാവും ഈ കണ്ടെയ്നർ ആരെ താഴത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് പോയി നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാണെങ്കിലും. അപ്പൊ ഈ കണ്ടെയ്നർ കാര്യത്തിന് ഈ ട്രക്കിലും കാര്യത്തിന് കയറ്റാൻ കുറച്ച് ടാസ്ക് കാര്യത്തിന്. അപ്പൊ എന്തായാലും ഞാൻ കുറെ കഷ്ടപ്പെട്ട് ഞാൻ കയറ്റി വെച്ചിട്ട്. അപ്പൊ ഇതാണ് എന്താ മോൾക്ക് വെച്ച് കയറ്റി. അപ്പൊ എന്തായാലും താഴത്തേക്ക് എന്തായാലും കയറ്റി അത്രക്കും മൽപ്പം കാര്യത്തിന് കണ്ടെയ്നർ കാര്യത്തിന്. അപ്പൊ എന്തായാലും നമുക്ക് വല്ല വണ്ടി കാര്യത്തിൽ എടുത്തോക്കെ എന്താ സംഭവം ഒന്നും യാതല്ല. ഇപ്പൊ കണ്ടെയ്നർ കാര്യത്തിന് ഇങ്ങനെ വന്നിന്. അപ്പൊ നമുക്ക് നേരെ ട്രക്കിൽ കയറാണ്ട് വണ്ടി കാര്യത്തിൽ എടുത്തു. പക്ഷേ വണ്ടി കാര്യത്തിൽ എടുത്തപ്പോൾ പൂവും കാര്യം ചെയ്യേണ്ടി അവിടെ സ്റ്റക്കായി നിൽക്കുന്നു വിചാരിച്ചപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് യാതൊരു ഐഡിയ അവിടെ വെക്കല് ഈ കണ്ടെയ്നറിന് ഗ്യാപ്പും കാര്യത്തില്ല. അവിടെ എവിടെയെങ്കിലും വെക്കാതെ വെച്ചപ്പോൾ കുറെ തപ്പി ലാസ്റ്റ് സ്ഥലം കാര്യത്തിന് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ നേരെ മുന്നേ കണ്ടത് ഈ സ്ഥലം കാര്യത്തിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കാണിച്ചത്. അപ്പൊ ഈ നടുക്കുള്ള സ്ഥലത്ത് ഗ്യാപ്പുണ്ട്. അപ്പൊ ഇവിടെ വെച്ചാലും അറിയാം. പക്ഷെ നീല കണ്ടെയ്നർ. അപ്പൊ എന്റെ ഗ്യാപ്പിൽ വെച്ചാൽ ആരും സംശയം കാര്യത്തിണ്ടാവും. അപ്പൊ അവിടെ ഗ്യാപ്പും കാര്യത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ വെക്കാതെ വെച്ചപ്പോൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ കണ്ടെയ്നർ കാര്യത്തിന് വെച്ച് സെറ്റപ്പ് ചെയ്ത്. അപ്പൊ അവിടെ ഉള്ള കണ്ടെയ്നറിന്റെ മയത്തിന് അപ്പൊ രണ്ടും നീലായിട്ട് സംശയം ഒന്നും ഉണ്ടായി. അപ്പൊ എന്തെങ്കിലും തിരിച്ചു നമുക്ക് പണി സ്ഥലത്ത് കാര്യത്തിന് പോയി ട്രക്ക് കാര്യത്തിന് അവിടെ കൊണ്ടുപോയി വെക്കണോ. അപ്പൊ നമ്മൾ ട്രക്കിലും കാര്യങ്ങൾ നേരെ പണി സ്ഥലത്തും കാര്യത്തിന് പോകണം. ശേഷം പണി സ്ഥലത്തും കാര്യത്തിന് എത്തിയില്ലേ. അപ്പൊ നമുക്കൊരു ആഗ്രഹം ഈ പൈസ ഇട്ട് നമുക്ക് ചെറിയ RC കാര്യങ്ങൾ തുടങ്ങിയത്. നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ ചെറിയൊരു മിനി RC കാര്യത്തിന് തുടങ്ങിയത്. അപ്പൊ നമ്മൾ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചേക്കാം. ഫ്രണ്ട് സപ്പോർട്ടായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ കുറെ പൈസ കയറ്റുന്നുണ്ട്. നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ സെറ്റപ്പ് ചെയ്തപ്പോൾ വിളിച്ചു. അവിടെ നമുക്ക് ചെറിയൊരു RC വണ്ടി സൈഡ് സെറ്റപ്പ് കാര്യത്തിൽ ചെയ്യേണ്ടി ഒരു 5 ആളെ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു RC നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഒരു മത്സരം വെച്ച് തുടങ്ങാൻ ആഗ്രഹം കാര്യത്തിന്. എന്തായാലും കുറച്ച് പൈസ കാര്യത്തിന്റെ അടുത്ത്. അപ്പൊ ഇങ്ങനെ പൈസ കിട്ടിയപ്പോൾ എനിക്ക് ഒരു ഐഡിയ കാര്യത്തിൽ ഉദിച്ചു. അപ്പൊ നമ്മളെ ഫ്രണ്ട് കാര്യത്തിലേക്ക് സപ്പോർട്ടും കാര്യത്തിന്. അപ്പൊ എന്തെങ്കിലും നമുക്ക് നേരെ പോകാം. അപ്പൊ നമ്മളെ എയർപോർട്ടിൽ കാര്യത്തിൽ ഒരു മൈക്ക് കാര്യത്തിൽ. അപ്പൊ അവിടെ പോയി വിളിച്ചാൽ നമ്മളെ ഫ്രണ്ട് കാര്യത്തിൽ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും കാറും കാര്യത്തിൽ എടുത്താണ് നമുക്ക് നേരെ എയർപോർട്ടും കാര്യത്തിൽ എത്തി. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ബിൽഡിങ്ങിന് മുകളിൽ ഒരു മൈക്ക് കാര്യത്തിലുണ്ട് പറഞ്ഞ്. അപ്പൊ എന്തായാലും ആ ബിൽഡിങ്ങിന് മുകളിൽ കയറിയിട്ട് കാണിച്ചാൽ കഴിച്ചപ്പോൾ മൈക്ക് കാര്യത്തിൽ നമ്മൾ വിളിച്ചാൽ പോകണേ. മിനി റേസിംഗ് ഫ്രണ്ടും ഹൗസിനുള്ളിൽ വെച്ച് നടത്തുന്നത്. പങ്കെടുക്കാൻ ആവശ്യമുള്ള 5 പേർക്ക് മാത്രം പങ്കെടുക്കാൻ അവസരം കാര്യത്തിലുണ്ടാവും. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഫ്രണ്ടിന്റെ ഹൗസിലുള്ളവർക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് ആവും. 5 പേർക്ക് മാത്രമേ അവസരമുള്ളൂ. പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് ആവുകയും
വിളിച്ചും കാര്യത്തിന് പറഞ്ഞത്. അപ്പൊ നമ്മൾ തിരിച്ചും കാര്യത്തിന് പോകണം. അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ പേരന്റെ മുന്നിൽ കാര്യത്തിന് ഒരു ബോർഡും കാര്യത്തിട്ടുണ്ട്. നമുക്ക് കസാലിലേക്ക് ഉത്തരവ്. അപ്പൊ എന്തായാലും ആൾക്കാർ വരാൻ സാധ്യത കാര്യത്തിണ്ട്. അപ്പൊ നമ്മള് വീട്ടിൽ കാര്യത്തിന് വരാനാ പറഞ്ഞു. അപ്പൊ എന്തായാലും വീട്ടിലേക്ക് ഉള്ളിൽ കയറ്റണം. നമ്മൾ പുറത്തും കാര്യത്തിന് നമുക്ക് സെറ്റപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിന് മുന്നിൽ വരുത്തുന്ന രജിസ്ട്രേഷനും കാര്യത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വെച്ചാൽ നമ്മൾ രജിസ്ട്രേഷൻ കാര്യത്തിന് തുടങ്ങാൻ വിചാരിച്ചു. അപ്പൊ ആരും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ വിളിച്ചാൽ ഇപ്പൊ വെയിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാവരും അറിഞ്ഞും കേട്ടൊക്കെ വന്ന് കുറച്ചേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വിചാരിച്ചിട്ട്. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ചേരം വെയിറ്റ് ചെയ്ത് ആരും വന്നില്ല. ഇവിടുന്ന് പൂട്ടി വെച്ച് പോകേണ്ടി വരില്ലേ നമ്മൾ വിചാരക്കാം. അത് പൊട്ടി പോകണമെങ്കിൽ. അപ്പൊ എന്തായാലും കുറച്ചേരം വെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ കാര്യത്തിന് വന്നു. 3 ആൾക്കാർ കാര്യത്തിന് വന്നിന്. അപ്പൊ ഒരാൾ അഡ്മിഷനും കാര്യത്തിന് കഴിഞ്ഞില്ല. അപ്പൊ എന്തായാലും കുറച്ചേരം വെയിറ്റ് ചെയ്യും. ഇവിടെ ക്ലാസ്സും കാര്യത്തിന് ഒൽക്ക് എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ 3 ആൾക്കാർ വന്നിട്ടുള്ളത്. ഞാൻ 2 ആൾക്കാരെ ഗ്യാപ്പും കാര്യത്തില്ല. അപ്പൊ നമുക്കൊരു പോലീസ് ഓഫീസറും കാര്യത്തിന് കിട്ടിയിരുന്നു. അപ്പൊ ഈ മത്സരത്തിന് ഒരാളെ കുറവും കാര്യത്തിന്. അപ്പൊ ഒരാളെ നമുക്ക് വിദേശത്ത് നിന്ന് ഇറക്കേണ്ടി. അപ്പൊ നമ്മളെ അനിയനും കാര്യത്തിന് വിദേശത്ത് നിന്ന് ഇറക്കേണ്ടി. അപ്പൊ നമ്മളെ രാജു എന്നാണ് പേര്. അപ്പൊ കോളും കാര്യത്തിന് ചെയ്ത് നോക്കി എടുക്കൊന്നും അറിയില്ല. ഈ മെട്രോ ട്രെയിൻ താമസം പിടിച്ചാൽ കുറെ നേരം ഇവിടെ വന്നിട്ടില്ല. ഫോണിൽ കാര്യത്തിന് വരുന്നുണ്ട്. ഹലോ, ആരാണ്? എടാ രാജു, ഞാനാടാ ഫ്രാങ്ക്ലിൻ കാര്യത്തിനുണ്ട്. ഇജ്ജിന്റെ വീട്ടിൽ കാര്യത്തിന് വന്ന ചെറിയൊരു മത്സരം കാര്യത്തിനുണ്ട്. അപ്പൊ ഒരാളെ കുറവും കാര്യത്തിന്. അപ്പൊ എന്നെ വിളിച്ചിട്ടുള്ളൂ. ഇജ്ജ് വന്നാലും ഉപകാരമായിരുന്നു. ഫ്രാങ്ക്ലിൻ ഇജ്ജാടാ, ഇജ്ജ് കുറെ കാലമായാലും വിളിച്ചിട്ടാണ്. ഇജ്ജ് വീട്ടിൽ നിന്ന് പോയിട്ട് കുറെ കാലമായാലും ഇപ്പൊ സിറ്റിംഗ് കാര്യത്തിന് വരില്ല. എന്തായാലും ഇജ്ജ് ഉപകാരം പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും ഞാൻ വരാം. അപ്പൊ അതിനെന്താ സംഭവം കാര്യത്തിൽ ചെയ്യേണ്ടതൊന്നും എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഞാൻ വരാം. അപ്പൊ എന്തായാലും കുറച്ച് താമസം പിടിച്ചെന്തായാലും കുറച്ച് പണിയും കാര്യത്തിന് പണി കഴിഞ്ഞിട്ട് വരുള്ളൂ. ഒക്കെ എന്റെ പണി കാര്യത്തിന് കഴിഞ്ഞു. ഞാൻ ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് കാര്യം. ഓക്കെ, ഞാൻ പെട്ടെന്ന് കുറെ കാലത്തിന് ശേഷം അമ്മ ഏട്ടനും കാര്യത്തിന് വിളിച്ചു. അപ്പൊ എന്തായാലും ഒരു ഏട്ടന്റെ ആഗ്രഹം പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും സാധിച്ചു കൊടുക്കുമ്പോൾ വീട്ടുകാര്യത്തിന് പോയി നോക്കാം. അപ്പൊ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീട്ടുകാര്യത്തിന് പോയി ബൈക്കിൽ കാര്യത്തിന് വീട്ടുകാര്യത്തിന് നടന്നു പോയിട്ട് നടന്നു പോയാൽ മാത്രം ബൈക്ക് കാര്യത്തിന് ഒപ്പിച്ചു. ബൈക്ക് എടുത്താൽ നമുക്ക് നേരെ പോകാൻ. അപ്പൊ എന്തായാലും കുറച്ച് ദൂരം കാര്യത്തിലാണ് പോകാണ്ട്. അപ്പൊ നമ്മള് ട്രെയിനിലാണ് പോകാൻ നിൽക്കുന്നത്. അപ്പൊ ട്രെയിനിൽ അങ്ങനെ സംഭവം ഒന്നും യാതൊരില്ല. വണ്ടി കാര്യത്തിൽ പോയി നോക്കാറ്. അപ്പൊ നമ്മള് കുറെ കാലത്തിന് ശേഷം നമ്മൾ സിറ്റിംഗ് കാര്യത്തിൽ പോയി. അതുപോലെ ഏട്ടന് കാര്യം പോകണം. ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് പോകാൻ ഇത്ര മുന്നായിട്ട് പോകണം. എന്നാലും അവനെ പിക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ചൊരു വെയിറ്റ് ചെയ്താൽ തന്നെ തൊള്ളികളൊക്കെ കേൾക്കേണ്ടി വരും. അപ്പൊ കുറച്ച് സീനിങ് കാര്യത്തിനാണ്. അപ്പൊ നമ്മൾ നേരെ പോയി നോക്കാം. എടാ രാജു, വാടാ വണ്ടി കാര്യത്തിന് സെറ്റാണ്. വണ്ടിയിലെടുത്ത് നേരൊന്നുമില്ല. അപ്പൊ നമ്മള് രാജു കാര്യത്തിന് ബാക്കിൽ. അപ്പൊ നമുക്ക് നേരെ വണ്ടി കയറി നമുക്ക് നേരെ വീട്ടും കാര്യത്തിന് കൊണ്ടുപോകും. കുറെ കാലത്തിന് ശേഷം വരും. അപ്പൊ ട്രെയിൻ ബൈക്ക് പോയി. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് നേരെ വീട്ടും കാര്യത്തിന് പോകാം. നമുക്ക് എന്തായാലും പണി കാര്യത്തിന്. അപ്പൊ എന്തായാലും അവന്റെ വീട്ടിലും കാര്യത്തിന് ഇറക്കണം. കുറെ കാലത്തിന് ശേഷം ഞാൻ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. പിന്നെ അവൻ പോകലില്ല. പിന്നെ ഓൻ ഇങ്ങോട്ട് വരില്ല. അപ്പൊ നമ്മൾ വീട്ടിലും കാര്യത്തിന് എത്തിയില്ല. അപ്പൊ അവനെ പിക്ക് ചെയ്തിട്ട് വണ്ടിയിൽ ഇറക്കട്ടെ. അവനെ ഇറങ്ങിയ മോൾക്ക് പോയിക്കോട്ടെ. അങ്ങനെ ഓനും കാര്യത്തിന് പോയിക്കോട്ടെ. ഓൻ പോയിട്ട് കുറച്ച് നേരമായപ്പോ നമ്മൾ ബൈക്കിൽ കാര്യത്തിൽ കുത്തണം. പോലെ ഓടാനൊന്നും അറിയില്ല. മോളും കാര്യത്തിന് പോയി നോക്കി. ജിമ്മിനാണ് ഉണ്ടാവും. എടാ രാജു, ഞങ്ങൾക്ക് പറഞ്ഞു തന്ന പോലെ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ മതി. ഒരു മത്സരം അതാ. ജയിച്ചാൽ അത്രേ ഉള്ളൂ. തോറ്റാലും ഒരു കുഴപ്പമില്ല. ജയിച്ചാൽ എന്തായാലും ക്രാഷ് പൈസ കാര്യത്തിൽ എന്തായാലും അന്നെ കൊടുന്ന അതിനും വേണ്ടിയിട്ട് എന്തായാലും ജയിച്ചു നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു തരാം. ഒക്കെ റൂൾസും കാര്യത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു അതേപോലെ ചെയ്താൽ മതി. എടാ, എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്. എന്നാലും ഇജ്ജ് പറഞ്ഞല്ലോ, എന്തായാലും ചെയ്തു നോക്കാം. എടാ ഇത് ചെയ്ത് നോക്കി. എന്തായാലും ജയിച്ചാൽ ജയിച്ചു, തോറ്റാ അത്രേ ഉള്ള മത്സരം അങ്ങനെ രീതി കണ്ടത്. അപ്പൊ എനിക്ക് മത്സരത്തിന്റെ റൂൾസും കാര്യത്തിന് പറഞ്ഞപ്പോ എനിക്ക് ചെറിയ പേടിയും കാര്യത്തിന്. അപ്പൊ അതൊക്കെ ഞാൻ മാറ്റി കൊടുത്തില്ല. അപ്പൊ എന്തായാലും മത്സരത്തിന് തയ്യാറ് കാര്യത്തിന് അയക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്താ യാതൊരു ഐഡിയ. എന്നോട് ആദ്യമായിട്ട് കാര്യത്തിന് എന്നോട് ഏട്ടനും കാര്യത്തിന് ഇങ്ങനെ പറയണം. അപ്പൊ എന്തായാലും ആദ്യമായിട്ട് പറഞ്ഞ ഒരു ആഗ്രഹം കാര്യത്തിന് അനിയന് വഴി സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതെനിക്ക് നല്ല പേടിയും കാര്യത്തിന്. എങ്ങനെ കഷ്ടപ്പെട്ട് ബലതാണ്. അപ്പൊ നീ ഇങ്ങനെ ചെറുതാവനും കാര്യത്തിന് ആലോചിച്ചാൽ പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ചെയ്ത് നോക്കുന്നത് സക്സസ് ആവാന്നൊന്നും അറിയാൻ പറ്റൂല. പുറത്തും കാര്യത്തിന് ഇറങ്ങിയിരുന്നു. അവൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഫോൺ കാര്യത്തിന് മെസ്സേജും കാര്യത്തിന് ഫോൺ കാര്യത്തൊക്കെ വെച്ചപ്പോ നമുക്കൊരു വണ്ടി കാര്യത്തിന് കിട്ടി. പക്ഷെ നമുക്ക് നേരെ അനിയനും കാര്യത്തിന് കൊടുക്കുക വെച്ചപ്പോ എന്തായാലും അങ്ങോട്ടും കാര്യത്തിന് പോയി നോക്കാം. ഇത് നമ്മൾ ചലഞ്ച് ചെയ്താൽ മാത്രം നമുക്ക് ആ വണ്ടി കാര്യത്തിന് കിട്ടുള്ളൂ. അപ്പൊ അനിയനും വഴി നമുക്ക് ചലഞ്ച് കാര്യത്തിന് ചെയ്യാം. അപ്പൊ ഏട്ടന് വേഗം അനിയന് ഒരു ചലഞ്ച് കാര്യത്തിൽ ചെയ്താൽ നമുക്ക് ദൃശ്യം കാര്യത്തിന് മെയിൻ കൊടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ നമ്മൾ ചലഞ്ചിങ് കാര്യത്തിന് അങ്ങനെ സ്ഥലത്തും കാര്യത്തിന് അങ്ങനെ എത്തി. അപ്പൊ നമ്മൾ ചലഞ്ച് കാര്യത്തിന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ചലഞ്ചിങ് കാര്യത്തിന് അപ്പൊ കുറച്ച് റിസ്ക് ഉള്ള ചലഞ്ച് കാര്യത്തിന്. അപ്പൊ ഔട്ടായാലും നമുക്ക് എത്ര വേണമെങ്കിൽ കളിച്ചാൽ പറ്റും. അപ്പൊ നമ്മൾ വേസ്റ്റ് ബില്ലിങ് കാര്യത്തിന്. അപ്പൊ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ മെല്ലെ പോകുന്നത്. അപ്പൊ നമുക്ക് ഇത് കുറച്ച് കളിച്ച് പരിചയം ഉണ്ടായത് കുറച്ച് ടാസ്കും കാര്യത്തിനല്ല. അപ്പൊ അതിൽ നമുക്ക് നേരെ പോയി നോക്കാം. മുന്നിൽ കണ്ടിന്യൂ കാര്യത്തില്ല. അപ്പൊ സംഭവം ഒന്നും യാതൊരു ഇല്ല. അപ്പൊ അത് തുറന്ന് വരുന്നുണ്ട്. അപ്പൊ അതിനുള്ളിൽ ജസ്റ്റ് മിസ്സിന് നമ്മൾ കഴിച്ചില്ലായത്. നമ്മൾ പറഞ്ഞ ഏരിയ കൂടെ അങ്ങനെ കഴിച്ചില്ലായിരുന്നു. അപ്പൊ ചെറിയ ഗ്യാപ്പും കാര്യത്തുണ്ട്. ഇനി അങ്ങനെ മെല്ലെ പോയാലുള്ള കുഴപ്പം കാര്യത്തില്ല. ഇവിടെ ഫാനും കാര്യത്തിന്റെ വേണ്ടി കൂടെ കറങ്ങി പോണേ. അപ്പൊ ഇതിപോലെ ചാടിയപ്പോ കുറച്ച് മിസ്സായി പോയി. അപ്പൊ എല്ലാ ചാടിയാണ് കുടുങ്ങിയത്. അപ്പൊ എന്തായാലും ബാക്ക് എടുത്താൽ ഒന്നുകൂടി ചാടിക്കണേ. അപ്പൊ എന്തായാലും കുഴപ്പമില്ലാതെ ചാടി. അപ്പൊ ഇനി കുറച്ച് പേടിച്ചാലും കുറച്ച് സ്പീഡിങ് കാര്യത്തിന് പോരാനൊക്കെ. അപ്പൊ അതിലെ കുറച്ച് സ്പീഡിങ് കാര്യത്തിന് കത്തിച്ച് വിടണം. അപ്പൊ ഇവിടെ പേടിച്ചാലും വിചാരിച്ചിട്ട് നല്ല സ്പീഡിങ് കാര്യത്തിന് വിടണം. അപ്പൊ ഇവിടെ കുറച്ച് റിസ്ക് കാര്യത്തിന് സ്പീഡ് വിട്ട് ഇവിടെ പൊന്തിയാണ് ഫാൻ നടക്ക് കുടുങ്ങി. അതാണ് സ്റ്റക്ക് ആയി നിന്ന്. അതേപോലെ തന്നെ ബാക്കത്തെ ഫാൻ തള്ളൽ തള്ളിയാണ്. എന്തായാലും നമ്മൾ തള്ളിയാൽ നീങ്ങുന്ന ഉറപ്പിലാണ് നിന്നത്. അപ്പൊ എന്തായാലും നമ്മൾ മുന്നോട്ട് ഇട്ട് പഞ്ഞ് അടുത്തത് തള്ളണ്ട വെച്ചിട്ട്. അപ്പൊ ഇവിടുന്ന് കുറച്ച് ടാസ്ക് കാര്യത്തിന് ഇവിടെ എല്ലാവർക്കും അറിയണമെങ്കിൽ ടാസ്ക് കാര്യത്തിന് സ്പീഡ് വന്നാലും നമ്മൾ
വീണേക്കാരം. അപ്പൊ എന്തായാലും അവിടെ നിന്ന് വീണാൽ നീച്ച് പോകുന്നത്. അപ്പൊ എന്തായാലും നീച്ചാണ് അപ്പുറത്ത് എത്തിക്കണേ. അപ്പൊ നമ്മൾ ഇങ്ങനെ കറങ്ങി കളിച്ചുമ്പോൾ നമ്മൾ ഇവിടെ തോന്നുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നീറ്റാന്ന് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമ്മള് നേരെ പോകണം. അപ്പൊ എന്തായാലും കുഴപ്പമില്ല തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും കുഴപ്പമില്ലാതെ അങ്ങനെ പോകണ്ടേ. പക്ഷെ നമ്മൾ ചെറിയ ഗ്യാപ്പും നമ്മൾ സ്പീഡ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ പോയി പരിചയമുണ്ടാണ്. എനിക്ക് നല്ലപോലെ അറിയാം. അപ്പൊ അതുകൊണ്ട് മാത്രമേ സ്പീഡ് പോകുന്നുള്ളൂ. വേസ്റ്റ് പിന്നീട് അപ്പുറത്ത്. പക്ഷെ ഇവിടെ പെട്ടി നിന്നാണ് ഇടിച്ചെന്നല്ലേ അപ്പുറത്തെ വേസ്റ്റ് പിന്നീട് ആയിക്കൂടെ പോയി. അപ്പൊ അതിൽ ഇവിടെ കുറച്ച് ടാസ്ക് കയറ്റണം. ബൈക്ക് സിമ്പിൾ ആണ്. കാറാണെങ്കിൽ ഇതിനെക്കാട്ടി കൊടുക്കല് ബൈക്കാണ് ഇത്ര സിമ്പിളും കയറ്റണം. അപ്പൊ ഇനി പേടിച്ചാൽ ഇനി ഇറക്കിറങ്ങിയാൽ നമുക്ക് ഫിനിഷ് ലൈനും കയറ്റണമെങ്കിലും അങ്ങനെ റിക്ഷ കാര്യത്തിന് അവിടെ ഉണ്ടാവുമെങ്കിൽ അപ്പൊ പഴയ റിക്ഷ കാര്യത്തിന് അപ്പൊ അങ്ങനെ ഉപയോഗം നമുക്ക് യാതൊരുമില്ല. അപ്പൊ എന്തെങ്കിലും നേരെ ചാടി നോക്കാം. അപ്പൊ ഇവിടെ നിന്ന് ചാടിയാൽ അവൾക്ക് കാര്യത്തിന് എത്തുള്ളൂ. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ചാണ് ചാടിക്കുന്നത്. പക്ഷെ അവിടെ എത്താനൊന്നും യാതൊരുമില്ല. അപ്പൊ എത്തി എത്രേ ഉള്ളൂ. അപ്പൊ ഒരു ഇതും നമ്മൾ പറഞ്ഞ മാത്രമേ എത്തണമെങ്കിൽ അപ്പൊ ഇവിടെ റിക്ഷ കാര്യത്തിന് ഉണ്ടാവുന്നെങ്കിലും അപ്പൊ എടുത്തുകാരം നമുക്ക് നേരെ പോയി നോക്കാം. നമ്മളെല്ലാം ആരെയും കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇതാണ് റിക്ഷ കാര്യത്തിന്. ഇത് പയ്യൊരു മോഡൽ റിക്ഷ കാര്യത്തിന്. അപ്പൊ ഇതാണ് ടയറും കാര്യത്തിന് പഴയ മോഡൽ. അതേപോലെ ഒക്കെ പഴയ മോഡൽ. അപ്പൊ എന്തെങ്കിലും നമ്മൾ അടക്കം വെച്ച് അപ്പൊ നമ്മൾ ഒരാളെ ഏൽപ്പിച്ചിട്ട് അപ്പൊ അത് വന്നോളൂ വേണ്ടി അപ്പൊ നമ്മൾ തിരിച്ചും കാര്യത്തിന് വീട്ടിൽ പോയപ്പോ നമ്മള് എല്ലാവരും സെറ്റപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണേ. അപ്പൊ ഞാൻ എല്ലാ കാര്യത്തിന് പറഞ്ഞു കൊടുക്കും. ഓൾക്ക് റൂട്ട്സും കാര്യത്തിനും അങ്ങനെ പറഞ്ഞ് ഏതാ മത്സരം കാര്യത്തിനൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മാത്രമേ ഞാൻ പറഞ്ഞു തരാറുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഓൾക്കൊക്കെ സെറ്റപ്പും കാര്യത്തിനും ചെയ്തു. അവർക്ക് ചെറിയ പേടിയും കാര്യത്തിനും. അപ്പൊ എല്ലാവർക്കും ചെറിയ പേടിയും കാര്യത്തിനും ഇല്ലാതില്ല. എല്ലാവർക്കും അങ്ങനത്താണ്. എന്ത് തുടങ്ങുന്നതിലും ചെറിയ പേടി ഉണ്ടാവും. അപ്പൊ തുടങ്ങിയാൽ മാത്രമേ ആ പേടിയും കാര്യത്തിന് പോകുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ പറ്റുന്ന സെറ്റപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതാണ് മാജിക് പോട്ടിലും കാര്യത്തിനും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് ചാടി നമ്മൾ ചെറുതാവണേക്കിനും. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ചാടിച്ചിങ്ങനെ അത് ചാടിച്ച് അപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ചെറുതായിക്കണെങ്കിൽ അപ്പൊ ഇതേപോലെ എല്ലാവരും തന്നെ ചാടുക. അപ്പൊ ഒരാൾ ചാടിങ്ങനെ അതേപോലെ ഇനി 4 ആൾക്കാർ. അപ്പൊ 4 ആൾക്കാർ ഓരോ വണ്ടി വണ്ടി ചാടിയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കാട്ടി പിന്നെ എങ്ങനെ മത്സരം നോക്കുമ്പോൾ ഈ മത്സരം ഈ വീട്ടിന്റെ ഉള്ളിൽ വെച്ചപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ അതൊന്ന് മാറ്റി. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സ്റ്റെപ്പിന്റെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ വീട് ജിമ്മിന്റെ അവിടെ വരെ. അപ്പൊ ഇതിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ചെറുത് അപ്പൊ പോകാൻ നല്ല രസം കാര്യത്തിനെങ്കിലും പോകുന്നത് കാണാൻ വേണ്ടി. അപ്പൊ ഇതിൽ കൂടെ അങ്ങനെ പോയിട്ട് ഈ സ്റ്റെപ്പിന്റെ മുകളിൽ കൂടെ കയറി അങ്ങനെ പോയിട്ട് ആ ജിമ്മിന്റെ മുകളിൽ കൂടെ പോലെ അടിപൊളി കാര്യത്തിനെ പോലെ എങ്ങനെ പോലും പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മളെ വൈയും കാര്യത്തിനോട് പറഞ്ഞു കൊടുത്തിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരുള്ളൂ. ഓൾക്ക് ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഞാൻ നടക്കുന്ന സ്ഥലത്ത് കൂടെ ഒക്കെ പോയിട്ട് അവിടെ ജിമ്മിന്റെ ഒരു പ്രോപ്സും കാര്യത്തിനെ കാരണം 2 അപ്പൊ ആ നടക്കുന്ന ഗ്യാപ്പിലും കാര്യത്തിൽ നമ്മൾ ഫിനിഷ് ലൈനും കാര്യത്തിൽ കൊടുത്ത് അപ്പൊ ഇവിടെയൊക്കെ ഫിനിഷും കാര്യത്തിന്. അപ്പൊ നമുക്ക് നേരെ പോയി നോക്കാം. താഴത്തെ കാര്യത്തിൽ എല്ലാവരും സെറ്റപ്പും കാര്യത്തിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സെറ്റപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും കാണിച്ചത് അങ്ങനെ എല്ലാം സെറ്റപ്പും കാര്യത്തിൽ ചെയ്തിട്ട് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് പറയാനൊക്കെ സെറ്റപ്പ്. അപ്പൊ ഇതൊക്കെ നമ്മൾ വണ്ടികളും കാര്യത്തിനൊക്കെ സെറ്റപ്പും കാര്യത്തിന്. അപ്പൊ 5 ആൾക്ക് നമ്മൾ സ്റ്റാർട്ടിങ് കാര്യത്തിൽ കൊടുത്തത്. അപ്പൊ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഒരു വണ്ടി കാര്യത്തിൽ മുന്നോട്ട് കിടത്തുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ആരെ മുന്നിൽ എത്തല് ഫിനിഷ് ലൈനും കാര്യത്തിൽ ആരെ കഴിച്ച് ഒരാൾ മാത്രമേ ഫിനിഷ് ലൈനിൽ എത്തുള്ളൂ. അപ്പൊ നമ്മൾ ഓട്ടോ കാര്യത്തിൽ ഇപ്പൊ മാറിയാൽ ടയറും കാര്യത്തിൽ മുന്നിൽ പോയിക്കണം. അപ്പൊ നമുക്ക് ഇനി ആകെ 4 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കിലാകെ 3 ആൾക്കാർ. അപ്പൊ മുന്നിൽ നമ്മൾ ഹെലികോപ്റ്ററും കാര്യത്തിന് പോകണം. അപ്പൊ അടിപൊളിയായിട്ട് ഹെലികോപ്റ്ററും കാര്യത്തിന് പോകണേ. അപ്പൊ ഹെലികോപ്റ്ററിന് കുറെ ജാട കയറ്റം. അപ്പൊ ഹെലികോപ്റ്റർ മുന്നിലപ്പോ ഞങ്ങൾ കറങ്ങി കളിച്ചേ. അപ്പൊ കറങ്ങിയാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇടിച്ചാട് വയറിന്റെ അടിയിൽ. അപ്പൊ ചെറിയൊരു അപകടം കാര്യത്തിൽ ആ മതിൽമിൽ ഇടിച്ചാണ് എന്തായാലും താഴത്തേക്കൂടെ. അപ്പൊ ഇനി ഹെലികോപ്റ്ററിനും പറയാൻ പറ്റില്ല. അപ്പൊ ജാട കൂടിയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇനി ആകെ 3 ആൾക്കാരുള്ളൂ. അപ്പൊ 2 ആൾ ഔട്ടായി. അപ്പൊ ഇനി 3-ല് ആരെ ഫസ്റ്റ് എത്തിൽ വരട്ടെ. 4 തോൽപ്പിച്ച് അപ്പൊ ഇനി ആകെ 2 ആൾക്കാർ മാത്രം. അപ്പൊ 2 ആൾ ഇതിൽ ആരെ ഫസ്റ്റ് ആവില്ല നമുക്ക് കാണാം. രാജ്യം കാര്യത്തിന് നമ്മൾ മുന്നിലും കാര്യത്തിന്. അപ്പൊ എന്താ സംഭവം എന്ന് അറിയില്ല. ഇപ്പൊ ആരെ ഫസ്റ്റ് ആവില്ല നമുക്ക് യാതൊരു രാജ്യം ഒന്നും പറയാനൊന്നും പറ്റൂല. അങ്ങനെ നമ്മളെ മത്സരം കാര്യത്തിന് ഇവിടെ വെച്ച് കഴിഞ്ഞത്. അപ്പൊ ബലത്തിൽ 2 ഒരാളാണ് ജയിച്ചത്. അപ്പൊ നമ്മളെ ജയിച്ചത് രാജ്യം കാര്യത്തിനാണ്. അങ്ങനെ എന്താ സംഭവിച്ചത് നമ്മളെ ഫിനിഷ് ലൈനിൽ പോലീസ് ഓഫീസറും കാര്യത്തിലെത്തില്ല. അതിന് മുന്നായിട്ട് പോലീസ് ഓഫീസറും കാര്യത്തിൽ തീർച്ചയായും അപ്പൊ രാജ്യം കാര്യത്തിനാണ് അത് കടന്നത്. അപ്പൊ രാജ്യമാണ് വിന്നറും കാര്യത്തിന്റെ.